കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ, അതിശയ നാമത്തിൽ, അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഒരു രാജാവിന് രോഗം വന്നു എന്ന്. ആർക്കും രോഗം വരാം. പലവട്ടം ചിന്തിച്ചു. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്? നാം അത് ചിന്തിക്കണം. ഇന്ന് ആരോഗ്യത്തോടെ നടക്കുന്ന, ഇന്ന് ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര, മാന്യ സഹോദരി, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും രോഗങ്ങൾ വരാം, ഏത് സമയത്തും പ്രതിസന്ധികൾ വരാം, ഏത് സമയത്തും മരണം വരാം. അതുകൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ദൈവവുമായി ബന്ധത്തിലായിരിക്കണം, സ്നേഹബന്ധത്തിൽ, മറ്റുള്ളവരുമായി സ്നേഹബന്ധത്തിലായിരിക്കണം. ഇവിടെ ആ രാജാവിന്, ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു. അതൊരു മഹാഭാഗ്യമായി. പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രശ്നങ്ങൾ വന്നപ്പോൾ, രോഗം വന്നപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മെ മറക്കാത്തൊരു ദൈവമുണ്ട്, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമ്മൾ പലരും പറയും, ഒരു പ്രശ്നം വരുമ്പോൾ ദൈവം എന്നെ കൈവിട്ടു, ദൈവം എന്നെ കൈവിട്ടു. ഇങ്ങനെ നിരാശയുടെ വാക്കുകൾ നിങ്ങൾ പറയരുത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം വരിക. ദൈവമാണ് എനിക്ക് രോഗം വരുത്തിയത്, ദൈവം എന്നെ പ്രയാസപ്പെടുത്തുന്നു, കഷ്ടപ്പെടുത്തുന്നു, ദൈവം എത്ര ക്രൂരനായി ദൈവം നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം ക്രൂരനല്ല പേരെ. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല, അങ്ങനെ വചനം പറയുന്നു. എന്നാൽ ഈ രോഗങ്ങളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും പണത്തിന്റെ പ്രതിസന്ധികളും കുടുംബ പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത് ആരാണ്? ദുഷ്ടനായ ഒരു പിശാചുണ്ട്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമായി ഇറങ്ങി പുറപ്പെട്ട, ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു ദുഷ്ടനായ പിശാച്, അലർന്ന സിംഹം പോലെ നടക്കുന്ന ഒരു പിശാച്. ആ പിശാചാണ് ഈ കെണികളും ദുഷ്ടതകളും രോഗങ്ങളും മദ്യപാനങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. എല്ലാവരും ദൈവത്തെ പഴി പറയുന്നു. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം എന്തിനിങ്ങനെ വരുത്തി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നേരെ വിരൽ ചൂണ്ടാതെ നമ്മെ തകർക്കുവാനും, നമ്മെ ക്ഷീണിപ്പിക്കുവാനും, നമ്മെ നശിപ്പിക്കുവാനും, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗഖ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും കവർന്നു കളയുവാനായി നിൽക്കുന്ന ഒരു ദുഷ്ടനായ പിശാചുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ പിശാചിനോട് എതിർത്ത് നിൽക്കുക, ജീവന ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ഹിസ്കിയ രാജാവിന് രോഗം വന്നപ്പോൾ ദൈവം തന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ യെശയ്യാവിനെ അവന്റെ അടുക്കൽ അയച്ചു. യെശയ്യാ പ്രവാചകൻ വന്ന് അവനോട് വ്യക്തിപരമായി പ്രവാചകൻ ഈ രോഗിയായ രാജാവിനോട് സംസാരിക്കുകയാണ്. അത് ഒരു ശ്രേഷ്ഠ അനുഭവമാണ്. ദൈവം നേരിട്ട് സംസാരിക്കാറുണ്ട്. ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാറുണ്ട്. ദൈവം തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച തന്റെ അഭിഷിക്തരിലൂടെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 5 ഫോൾഡ് മിനിസ്ട്രീസ് എന്ന്? 5 ഫോൾഡ് മിനിസ്ട്രി. സ്വർഗത്തിലെ ദൈവം തന്റെ വേല 5 വിഭാഗങ്ങളിലായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപാട് ദൈവവേലകളുണ്ട്. പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, അങ്ങനെ തുടങ്ങി ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ദൈവമക്കളിൽ തന്റെ കൃപകളും കൃപാവരങ്ങളും പകർന്ന് അവരെ തന്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നു, അവരെ വേലയ്ക്കായി അയക്കുന്നു. 5 ഫോൾഡ് മിനിസ്ട്രി. ദൈവത്തിന് സ്തോത്രം. ആ ദൈവമക്കളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. എന്നാൽ ഇതൊന്നും കേൾക്കാതെ മുഖം മറിച്ച് കളയുന്നവരുണ്ട്. വേറെ ആരും പറയുന്നു എനിക്ക് കേൾക്കണ്ട, പ്രവാചകന്മാര് പറയുന്നൊന്നും കേൾക്കണ്ട, ഞാൻ മനുഷ്യരെ ഒന്നും നോക്കുകയില്ല, മനുഷ്യര് ഒന്നും എന്നോട് പറയണ്ട, ഞാൻ തന്നെത്താൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്ക് കിട്ടുന്നതൊക്കെ മതി, എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്തകളുണ്ട്. എല്ലാം നമ്മുടെ ആത്മാവിന് ദോഷമാണ് പ്രിയരെ. ദൈവം തമ്പുരാൻ, ജീവനുള്ള ദൈവം ഈ ഭൂമിയിൽ
നാം ഓരോരുത്തരും പ്രാപിക്കുവാനായി ദൈവം തന്റെ പ്രവാചകന്മാരിലും അപ്പോസ്തലന്മാരിലും ഇടയന്മാരിലും ഉപദേഷ്ടാക്കന്മാരിലും എല്ലാം നിറച്ച് കൊടുത്ത് നമുക്ക് വേണ്ടി ദൈവം തരുന്ന വിഭവങ്ങളുണ്ട്, വചനങ്ങളുണ്ട്, ദൂതുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, അരുളപ്പാടുകളുണ്ട്. ഇതെല്ലാം കേൾക്കാം, തെറ്റില്ല. എന്നാൽ സൂക്ഷിക്കണം. നല്ല നോട്ടുള്ളിടത്ത് കള്ളനോട്ടുകളും ധാരാളം ഉണ്ടാകും. കള്ളനോട്ട് ഉള്ളത് എന്തുകൊണ്ടാണ്? നല്ല നോട്ട് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാം കള്ളനോട്ടാണെന്ന് നമ്മൾ ഹോൾസെയിലായി പറയരുത്. ചിലരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒക്കെ കള്ളന്മാരാണ്. അങ്ങനെ പറയരുത്. എല്ലാവരും കള്ളന്മാരൊന്നുമല്ല, എല്ലാവരും തെറ്റിൽ പോകുന്നവരല്ല. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കുന്നവരുണ്ട് എല്ലായിടത്തും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ചർച്ചിലോ ഒരു സഭയിലോ ഒരു രംഗത്തോ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധന്മാരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കളുണ്ട്, നല്ല സമർപ്പണമുള്ളവരുണ്ട്. എന്നാൽ എല്ലാ സ്ഥലത്തും എല്ലാവരും നല്ലതാണെന്ന് അന്ധമായി ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങളും അങ്ങനെയാകരുത്. ചിലര് ചിന്തിക്കുന്ന അങ്ങനെയാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മ അത് ഭയങ്കര വിശുദ്ധിയുടെ കൂട്ടായ്മയാണ്. ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ സഭയോ അത് എല്ലാ സഭകളിലും വലിയ സഭയാണ്. ഞങ്ങളുടെ സഭ അത് മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഇങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മൗഢ്യമായ ചിന്താഗതികളുള്ള അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള മൂഢതയിലൊന്നും പെട്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നത്, ദൈവം കാലാകാലങ്ങളിൽ നമ്മോട് സംസാരിക്കും. ചിലപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളുടെ കാതുകളിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കാം. ഹൃദയത്തിൽ ദൈവം ആലോചനകൾ തരും, ദർശനങ്ങൾ തരും, പ്രവചനങ്ങൾ തരും, വലിയ കാഴ്ചപ്പാടുകൾ തരും, ദൈവിക ദൂതുകൾ തരും. ഇതെല്ലാം സത്യമായ ചില യാഥാർത്ഥ്യങ്ങളാണ്. അതിനെ അന്ധമായി നാം എതിർക്കരുത്. കൃപാവരങ്ങൾ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്നത്? ഇതൊന്നും പറയാനല്ല ഞാൻ ഈ തിരുവചനം എടുത്തത്. ഹിസ്കിയാവിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന് സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചും പറയാനാണ് ഞാൻ ചിന്തിച്ചു വന്നത്. പക്ഷെ ഇങ്ങനെയെല്ലാം ഞാൻ ഡൈവേർട്ട് ചെയ്തു പോകുന്നു. കൃപാവരങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ട്. കൃപാവരങ്ങളൊക്കെ തീർന്നുപോയി. 1-ാം നൂറ്റാണ്ടായപ്പോൾ കൃപാവരങ്ങളെല്ലാം സ്റ്റോപ്പായി എന്ന് ചിന്തിക്കുന്ന, മൂഢതയിൽ ചിന്തിക്കുന്ന വേറെ കുറെ ആളുകളുണ്ട്. ഇല്ല പ്രിയരെ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവ്, ജീവനുള്ള ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആത്മാവ്, തന്റെ ഫലങ്ങളും തന്റെ കൃപകളും തന്റെ കൃപാവരങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അത് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അന്ന് ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ തീയായി, തീനാവായി, അഗ്നിനാവായി, വിവിധ ഭാഷകളായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഭാഷകൾ ദൈവത്തെ സ്തുതിക്കുന്നത് അത് കളിയാക്കുന്നവരുണ്ട്. അവർ വചനം എന്തെന്ന് തിരിച്ചറിയുന്നില്ല. അവർക്കതില്ല, അവർക്കത് ലഭിച്ചിട്ടില്ല, അതിന്റെ മഹത്വം അവർ രുചിച്ചിട്ടില്ല. പക്ഷെ അവര് അന്ധമായി എതിർക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നത് വചനത്തിലുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം വചനം വായിക്കുന്നവര്, കാരണം എന്താണ്? വചനത്തിൽ എഴുതിയിരിക്കുന്ന അപ്പാടെ വിശ്വസിക്കാത്തവര്, അനുസരിക്കാത്തവര്. എത്രയോ കൃത്യമായിട്ടാണ് ദൈവവചനത്തിൽ ഒരേ കാര്യം പല സ്ഥലത്ത് ആവർത്തിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അതെല്ലാം സ്വന്തം അഭിപ്രായപ്രകാരം, സ്വന്തം ചിന്താഗതി പ്രകാരം സ്കിപ്പ് ചെയ്ത് അതെല്ലാം വിട്ടിട്ട് വായിച്ച്, എന്നാൽ അതിനെല്ലാം എതിരായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പോലും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അമ്പരപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സഹോദര, നിന്റെ പഠിപ്പും നിന്റെ അറിവും നിന്റെ കൊച്ചു ബുദ്ധിയിലുള്ളതായ നിന്റെ എക്സ്പീരിയൻസ് എല്ലാം താഴെ വെച്ചിട്ട് മഹാഗുരുവായ യേശുവിന്റെ പാദത്തിൽ എല്ലാത്തിന്റെയും നിറവായ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ താണ്. പരിശുദ്ധാത്മാവേ, ഈ വചനം എനിക്ക് വ്യാഖ്യാനിച്ചു തരണമേ എന്നുള്ള എളിമയോടെ, ആ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ
പരിശുദ്ധാത്മാവ് എഴുതിയതായി ഈ പുസ്തകം, അനേകർ ചേർന്ന് എഴുതിയതാണ് ഈ പുസ്തകമെങ്കിലും, ഈ വചനമെങ്കിലും, ഈ ദൈവത്തിന്റെ വചനം, അതിന്റെ ദൈവനിശ്വാസ്യത. എന്താണ് ദൈവനിശ്വാസ്യത? ഈ ദൈവത്തിന്റെ വചനം അത് മാറ്റമില്ലാത്ത സത്യമാകിയാൽ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൽപ്പനയാകിയാൽ, പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ് ദൈവനിശ്വാസ്യത. അത് അങ്ങനെ എഴുതപ്പെട്ട ഈ വചനം നാം കോട്ടിമാട്ടി കളയരുത്, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ വ്യാഖ്യാനിക്കരുത്. സഹോദര, നീ തെറ്റായി ഈ വചനം വ്യാഖ്യാനിച്ച് ആരെങ്കിലും അത് ഫോളോ ചെയ്ത് അനുസരിച്ചാൽ, അത് തെറ്റാണെങ്കിൽ അവർ ഫോളോ ചെയ്തതിനുള്ളതായ കുറ്റം കൂടി നിന്റെ തലമേൽ വരും. അതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കുന്നവരും വചനം വ്യാഖ്യാനിക്കുന്നവരും വചനം പഠിപ്പിക്കുന്നവരും ഭയത്തോടെ പറയലോടെ, ഞാനും ഭയത്തോടെയാണ് ഓരോ ദിവസവും തിരുവചനം പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും തിരുവചന ശുശ്രൂഷയ്ക്ക് വളരെ ഭയത്തോടെ, ദൈവഭയത്തോടെ ഞാൻ നിൽക്കുന്നത്. കാരണം എന്റെ നാവിലൂടെ വരുന്ന ഈ വചനം ഞാൻ അന്യമായി വ്യാഖ്യാനിച്ചാൽ, അത് കേൾക്കുന്നവർ ആരെങ്കിലും അത് ഫോളോ ചെയ്താൽ, അത് തെറ്റാണെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. ഞാൻ സഹകരിച്ചാൽ പറഞ്ഞു, എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം അത് നേരിട്ട് സംസാരിക്കുന്നതാണ്. ഹിസ്കിയ രാജാവിനോട് യെശയ്യാ പ്രവാചകൻ നേരിട്ട് സംസാരിച്ചു. അതൊരു ഭാഗ്യമാണ്. നിങ്ങളും പ്രാർത്ഥിക്കൂ, കർത്താവെ, അവിടുത്തെ ശബ്ദം നേരിട്ട് കേൾക്കുവാൻ, അവിടുത്തെ പ്രവാചകന്മാരിലൂടെ കേൾക്കുവാൻ, അവിടുത്തെ വ്രതസ്ഥരിലൂടെ കേൾക്കുവാൻ, അവിടുത്തെ അഭിഷിക്തരിലൂടെ സ്വർഗീയ ദൂതുകളും പ്രവചനങ്ങളും ഞാൻ പോകേണ്ട വഴികളും എന്തെന്ന് കൃത്യമായി കാണിച്ചു തരുവാൻ പരിശുദ്ധാത്മാവെ എന്നോട് വ്യക്തിപരമായി സംസാരിക്കണമേ, ജീവനുള്ള യേശുവെ എന്നോട് വ്യക്തിപരമായി സംസാരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കും. യേശു നമ്മെ ഗൈഡ് ചെയ്യും, യേശു നമ്മെ നയിക്കും. അങ്ങനെ ജീവനുള്ള ദൈവത്താൽ നയിക്കപ്പെടുന്നവരായി നിങ്ങൾ തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഗൈഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനാ വിഷയമുണ്ടോ? നിങ്ങൾ തന്നെത്താൻ നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കൂ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അല്ല, പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.